BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ഒമാന്റെ 54ാമത് ദേശീയ ദിനത്തോടനുബന്ധിച്ച് ബഹ്റൈൻ രാജാവ് ഹിസ് മജസ്റ്റി ഹമദ് ബിൻ ഈസ് അൽ ഖലീഫ, കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ എന്നിവർ ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖിന് ആശംസകൾ നേർന്നു. ബഹ്റൈനിലുടനീളമുള്ള പ്രമുഖ സ്ഥലങ്ങളും കെട്ടിടങ്ങളും ഒമാനി പതാകയുടെ നിറത്തിൽ പ്രകാശിപ്പിച്ചിരിക്കുകയാണ്. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ സഹകരണ ബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്നു. ബഹ്റൈനിലെ ഇന്ത്യൻ എംബസി, ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി, ബഹ്റൈൻ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് മൈഗ്രേഷൻ എന്നിവയുമായി സഹകരിച്ച ഇന്ത്യൻ കമ്മ്യൂണിറ്റി അംഗങ്ങൾക്കായി ട്രാഫിക്കിംഗ് ഇൻ പേഴ്സൺസ് എന്ന വിഷയത്തിൽ ബോധവൽക്കരണ സെഷൻ സംഘടിപ്പിച്ചു. നവംബർ 14 എംബസിയിൽ വർക്കിംഗ് ടുഗദറിന്റെ ഭാഗമായി നടന്ന പരിപാടിയിൽ വിവിധ ഇന്ത്യൻ അസോസിയേഷനുകളുടെയും സ്വകാര്യ കമ്പനികളുടെയും മാൻപവർ ഏജൻസികളുടെയും പ്രതിനിധികൾ ഉൾപ്പെടെ ഇന്ത്യൻ സമൂഹത്തിൽ നിന്നുള്ള 100ഓളം അംഗങ്ങൾ പങ്കെടുത്തു. ബഹ്റൈൻ ഗവൺമെന്റിന്റെ നിയമങ്ങളും ചട്ടങ്ങളും ഏവരും പാലിക്കാനും അനുസരിക്കാനും ബഹ്റൈനിലെ ഇന്ത്യൻ പ്രവാസികളോട് അംബാസഡർ വിനോദ് കെ ജേക്കബ് അഭ്യർത്ഥിച്ചു. ഇന്ത്യൻ സമൂഹത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിച്ചതിന് LMRA ഉൾപ്പെടെയുള്ള ബഹ്റൈൻ സർക്കാരിനോട് അംബാസഡർ നന്ദി രേഖപ്പെടുത്തി. LMRA പാർട്ണർഷിപ്പ് ആൻഡ് ഔട്ട്റീച്ച് ഡയറക്ടർ ഫഹദ് അബ്ദുൽ അസീസ് അൽ ബിനാലി, ഡോക്ടർ സൗദ് യതീം പ്രൊട്ടക്ഷൻ ആൻഡ് ഗ്രീവൻസ് സെന്റർ ഡയറക്ടർ, LMRA ഐഷത്ത് ഇഹ്മ ഷെരീഫ്, ചീഫ് ഓഫ് മിഷൻ IOM ബഹ്റൈൻ, LMRA IOM എന്നിവരുടെ മറ്റുദ്യോഗസ്ഥരും പരിപാടിയിൽ പങ്കെടുത്തു. കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറം മെമ്പേഴ്സ് നൈറ്റ് സഗയ KCA ഹാളിൽ സംഘടിപ്പിച്ചു. ബഹ്റൈൻ പാർലമെന്റ് അംഗം ഡോക്ടർ ഹസൻ ഈദ് റഷീദ് ബുഗുമാസ് ഉദ്ഘാടനം ചെയ്തു. ബഹ്റൈൻ കേരളീയ സമാജം ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ മുഖ്യാതിഥിയായിരുന്നു. KPF പ്രസിഡന്റ് ജമാൽ കുട്ടിക്കാട്ടിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന് ജനറൽ സെക്രട്ടറി ഹരീഷ് PK സ്വാഗതവും ബംസൂരി കൺവീനർ അരുൺ പ്രകാശ് നന്ദിയും രേഖപ്പെടുത്തി. ബഹ്റൈൻ മീഡിയ സിറ്റി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ ഫ്രാൻസിസ് കൈതാരത്ത്, ന്യൂ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ഗോപിനാഥ മേനോൻ, KCA പ്രസിഡന്റ് ജെയിംസ് ജോൺ, ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര, KPF ട്രഷറർ ഷാജി പുതുക്കുടി, രക്ഷാധികാരികളായ സുധീർ തിരുനിലത്ത്, KT സലീം, UK ബാലൻ, ലേഡീസ് വിംഗ് കൺവീനർ രമ സന്തോഷ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. KPF കുടുംബാംഗങ്ങൾ അണിയിച്ചൊരുക്കിയ നിരവധി കലാപരിപാടികൾ കൂടാതെ തിരുവാതിര, ഒപ്പന, മാർഗംകളി, പാട്ടുകൾ, മിമിക്രി തുടങ്ങിയ നിരവധി കലാരൂപങ്ങളും ആരവം നാടൻപാട്ട് സംഘത്തിന്റെ നാടൻപാട്ടും അരങ്ങേറി. ടൈറ്റിൽ സ്പോൺസർ ജീൻസ് അവന്യൂവിനെയും മറ്റ് മെയിൻ സ്പോൺസർമാരെയും വേദിയിൽ ആദരിച്ചു. KPF എക്സിക്യൂട്ടീവ് ലേഡീസ് വിംഗ് അംഗങ്ങൾ കലാപരിപാടികൾക്ക് നേതൃത്വം നൽകി. പ്രിയംവദ, രാജീവ് KP എന്നിവർ ചേർന്ന് കാര്യപരിപാടികൾ നിയന്ത്രിച്ചു. ബഹ്റൈൻ നാഷണൽ കലാലയം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച 14ാം എഡിഷൻ പ്രവാസി സാഹിത്യോത്സവം 2024 പ്രൗഢമായി സമാപിച്ചു. യൂണിറ്റ്, സെക്ടർ, സോൺ എന്നീ ഘടകങ്ങളിൽ മത്സരിച്ച് 1ാം സ്ഥാനം നേടിയ പ്രതിഭകളാണ് നാഷണൽ സാഹിത്യോത്സവത്തിൽ മാറ്റുരച്ചത്. ഗലാലിയിലെ യൂസുഫ് അഹമ്മദ് അബ്ദുൾ മാലിക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ മനാമ, റിഫ, മുഹറക് എന്നീ സോണുകളിൽ നിന്നായി 70ഓളം മത്സര ഇനങ്ങളിൽ 400-ൽ പരം മത്സരാർത്ഥികൾ പങ്കെടുത്തു. 334 പോയിന്റുകൾ നേടി റിഫ സോൺ പ്രവാസി സാഹിത്യോത്സവിലെ ഓവറോൾ ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കി. 294 പോയിന്റുകൾ നേടിയ മുഹറക് സോൺ 2ാം സ്ഥാനവും 251 പോയിന്റുകൾ നേടി മനാമ സോൺ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. റിഫ സോണിലെ മുഹമ്മദ് ഷഹാൻ സലീമിനെ കലാപ്രതിഭയായും മുഹറക് സോണിലെ സുമയ്യ സുഫിയാനെ സർഗപ്രതിഭയായും തെരഞ്ഞെടുത്തു. വൈകിട്ട് നടന്ന സാംസ്കാരിക സമ്മേളനം RSC നാഷണൽ ചെയർമാൻ ഷിഹാബ് പരപ്പിയുടെ അധ്യക്ഷതയിൽ SSF കേരള സംസ്ഥാന ഫിനാൻസ് സെക്രട്ടറി സയ്യിദ് മുനീർ അഫ്ദൽ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. RSC ഗ്ലോബൽ വിസ്ഡം സെക്രട്ടറി അൻസാർ കൊട്ടുകാട് സന്ദേശ പ്രഭാഷണം നടത്തി. പ്രഭാഷകനും എഴുത്തുകാരനുമായ സജി മാർക്കോസ് മുഖ്യപ്രഭാഷണം നടത്തി. ആത്മീയ സമ്മേളനത്തിന് അബ്ദുൽ ലത്തീഫ് സഖാഫി മദനിയും നേതൃത്വം നൽകി. നാട് വിട്ടവർ വരച്ച ജീവിതം എന്ന പ്രമേയത്തിൽ നടന്ന സാഹിത്യോത്സവ പ്രവാസികളുടെ അതിജീവനത്തിന്റെ ചരിത്രവും വർത്തമാനവും ചർച്ച ചെയ്തു. സമാപന സാംസ്കാരിക സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ സയ്യിദ് ബാഫക്കി തങ്ങൾ, ISV പ്രസിഡന്റ് സൈനുദ്ദീൻ സഖാഫി, സൽമാൻ ഫാരിസ്, മാധ്യമപ്രവർത്തകൻ, മറ്റ് പ്രമുഖർ, ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്ത് സൊഫാൻ സഖാഫി സ്വാഗതവും ജാഫർ ഷെരീഫ് നന്ദിയും പറഞ്ഞു. വോയിസ് ഓഫ് ആലപ്പി ഹമദ് ടൗൺ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ ഡെന്റൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ബുധയിലെ കിങ്സ് ഡെന്റൽ സെന്ററുമായി സഹകരിച്ച് സംഘടിപ്പിച്ച ക്യാമ്പിൽ കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. സൗജന്യ പരിശോധനകൾ കൂടാതെ ദന്തപരിപാലനത്തെക്കുറിച്ച് ഡോക്ടേഴ്സ് നയിച്ച ബോധവൽക്കരണ ക്ലാസുകളും ശ്രദ്ധേയമായി. വോയിസ് ഓഫ് ആലപ്പി പ്രസിഡന്റ് സിബിൻ സലീം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഹമദ് ടൗൺ ഏരിയ പ്രസിഡന്റ് അനൂപ് ശശികുമാർ അധ്യക്ഷനായ യോഗത്തിന് ഏരിയ സെക്രട്ടറി ഷഫീഖ് സയ്യിദ് കുഞ്ഞ് സ്വാഗതം ആശംസിച്ചു. വൈസ് പ്രസിഡന്റ് അനസ് റഹീം, ട്രഷറർ ഗിരീഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി ജോഷി
നെടുവേലി, ലേഡീസ് വിംഗ് ചീഫ് കോർഡിനേറ്റർ രശ്മി അനൂപ്, ഡോക്ടർ സച്ചിൻ ഷാ, ഷാഹുൽ അമീദ്, ഡോക്ടർ മുഹമ്മദ് ജിയാദ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വോയിസ് ഓഫ് ആലപ്പിയുടെ ഉപഹാരം കിങ്സ് ഡെന്റൽ സെന്ററിന് വേണ്ടി ഡോക്ടർ അക്ന ഇസ്മയിൽ ഏറ്റുവാങ്ങി. ഏരിയ കോർഡിനേറ്ററും എക്സിക്യൂട്ടീവ് അംഗവുമായ സന്തോഷ് ബാബു എല്ലാവർക്കും നന്ദി അറിയിച്ചു. വോയിസ് ഓഫ് ആലപ്പി ഭാരവാഹികൾ, ലേഡീസ് വിംഗ് കോർഡിനേറ്റർ, വിവിധ ഏരിയ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. ബൊഹ്റക് മലയാളി സമാജം ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി കുട്ടികളുടെ കൂട്ടായ്മയായ മഞ്ചാടി ബാലവേദി സംഗമവും ശിശുദിനാഘോഷവും സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി നടത്തിയ ഓൺലൈൻ ക്വിസ് മത്സരത്തിൽ ആദം ദയാൻ KT വിജയിയായി. ചിത്രരചനാ മത്സരവും കളറിംഗ് മത്സരവും കുട്ടികളുടെ പ്രസംഗം, ഗാനാലാപനം, ലൈവ് ക്വിസ് മത്സരം അടക്കമുള്ള വിവിധ പരിപാടികൾ അരങ്ങേറി. MMS പ്രസിഡന്റ് അനസ് റഹീം ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ആനന്ദ് വേണുഗോപാൽ നായർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി. ട്രഷറർ ശിവശങ്കർ നന്ദി പറഞ്ഞു. 5 വർഷമായി ബഹ്റൈനിൽ കുടുങ്ങിക്കിടന്ന മലയാളി പ്രവാസിക്ക് നാട്ടിലേക്ക് പോകുവാൻ പ്രവാസി ലീഗൽ സെല്ലിന്റെ കൈത്താങ്ങ്. കോഴിക്കോട് വടകര സ്വദേശി ശശിധരൻ മേപ്പയിലാണ് പ്രവാസി ലീഗൽ സെൽ ബഹ്റൈൻ ചാപ്റ്ററിന്റെ സഹായത്തോടുകൂടെ നാടടഞ്ഞത്. യാത്രാ നിരോധനവും ആരോഗ്യപരമായ കാരണങ്ങളാലും ഏറെ ബുദ്ധിമുട്ടിലായിരുന്നു ശശിധരൻ. ബ്രെയിൻ സ്ട്രോക്ക് ബാധിച്ച് പാരാലിസിസ് സംഭവിച്ച അദ്ദേഹത്തിന് ബഹ്റൈൻ കോടതി വിധിച്ച ഒരു പെനാൽറ്റി യാത്രാ നിരോധനവും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ദയനീയ അവസ്ഥ മനസ്സിലാക്കിയ പ്രവാസി ലീഗൽ ഗ്ലോബൽ PROയും ബഹ്റൈൻ ചാപ്റ്റർ പ്രസിഡന്റുമായ സുധീർ തിരുനെല്ലത്ത് വക്കീൽ താരിഖ് അലോവൻ വഴി ഒരു ഹർജി നൽകുകയും തങ്ങൾക്ക് സാധകമായ ഒരു വിധി നേടിയെടുക്കുകയും ചെയ്തു. ശശിധരന്റെ തിരിച്ചുപോക്കിന് സഹായിച്ച ഇമിഗ്രേഷൻ അധികൃതർക്കും ബഹ്റൈൻ ഇന്ത്യൻ എംബസി അധികാരികൾക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുന്നതായി സുധീർ തിരുനെല്ലത്ത് അറിയിച്ചു. ഉപതെരഞ്ഞെടുപ്പ് പരസ്യപ്രചാരണം അവസാനിക്കാനിരിക്കെ പാലക്കാട് ഇരട്ട വോട്ട് വിവാദം ശക്തമാകുന്നു. ഇരട്ട വോട്ടുള്ളവരുടെ പാലക്കാട് മണ്ഡലത്തിലെ വോട്ട് നിലനിർത്തുമെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഇരട്ട വോട്ടിൽ നിയമ പോരാട്ടം നടത്തുമെന്നും CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞു. BLOമാരുടെ ഭാഗത്താണ് പിഴവുണ്ടായതെന്നും കുറ്റപ്പെടുത്തിയ K സുരേന്ദ്രൻ CPM ഇപ്പോൾ വിലപിച്ചിട്ട് എന്താണ് കാര്യമെന്ന് ചോദിച്ചു. ഇരട്ട വോട്ടിൽ ആദ്യം പരാതി ഉന്നയിച്ചത് തങ്ങളാണെന്നും UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലും പ്രതികരിച്ചു. ഇരട്ട വോട്ടുള്ളവർ വോട്ട് ചെയ്യാനെത്തുമ്പോൾ ഫോട്ടോ പകർത്തുമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ S ചിത്ര പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മൊബൈൽ ആപ്പിൽ ഈ ചിത്രം അപ്ലോഡ് ചെയ്യും. സത്യവാങ്മൂലം എഴുതി വാങ്ങും. മറ്റേതെങ്കിലും ബൂത്തിൽ വീണ്ടും വോട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ നിയമ നടപടി സ്വീകരിക്കും. പാലക്കാടിന് പുറമെ മറ്റേതെങ്കിലും നിയോജക മണ്ഡലത്തിൽ വോട്ടുള്ളവരുടെ പേര് പാലക്കാട്ടെ പട്ടികയിൽ നിലനിർത്തും. ഇവരുടെ മറ്റ് മണ്ഡലത്തിലെ വോട്ടൊഴിവാക്കുമെന്നും കളക്ടർ കൂട്ടിച്ചേർത്തു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IMAC കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.